പ്രത്യേകിച്ചും അദ്ദേഹം രാത്രി 7 മണിക്ക് ശേഷമാണ് എത്തുന്നത്. അതുകൊണ്ട് ഒരു ദീപാലങ്കൃതമാണ് കൊച്ചി നഗരം, കൊച്ചിയിലെ നഗരവീഥികൾ. വലിയ രീതിയിൽ ആവേശമാണ്. നമുക്കിപ്പോൾ കാണാൻ ഈ RSSന്റെ ഗണഗീതം ആലപിച്ചുകൊണ്ട് BJP പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേറ്റാൻ വേണ്ടി അവർ ഒരുങ്ങുകയാണ്. വലിയ ആവേശമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര BJPയുടെ ചോറ്റാനിക്കര മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരാണ് ഇപ്പോൾ RSSന്റെ ഗണഗീതം ആലപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ ചെന്നാലും ഗാനം ആലപിക്കുന്ന വലിയ ആഘോഷത്തോടു കൂടി പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന നിരവധി BJP പ്രവർത്തകരെ കാണാൻ കഴിയും. നിങ്ങൾ എവിടെ നിന്ന്? ചോറ്റാനിക്കര അല്ലേ? BJP ചോറ്റാനിക്കര മണ്ഡലത്തിലെ പ്രവർത്തകരാണ്. എങ്ങനെയാണ് ഈ പ്രധാനമന്ത്രി ഇവിടേക്ക് വീണ്ടും 2 ആഴ്ചയ്ക്ക് ശേഷം എത്തുന്നത്? എങ്ങനെ ഒരു വലിയ ആവേശത്തിലാണോ? കേരളത്തിലെ മൊത്തം ജനങ്ങളെ ആവേശഭരിതരായിക്കൊണ്ട് പാർട്ടി പ്രവർത്തകർക്കാണെങ്കിലും പ്രവർത്തിക്കാനുള്ള കൂടുതൽ ഊർജ്ജം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ വരവ്. കൂടുതൽ ആൾക്കാർ വരാൻ തയ്യാറാകുന്നു. ഓരോ പ്രാവശ്യവും വരുന്നവർ വീണ്ടും വരാൻ ഇരട്ടി ആൾക്കാരാണ്. അപ്പൊ തൃശ്ശൂർ പോയതിന്റെ ഇരട്ടി ആൾക്കാരാണ് ഈ പരിപാടിയിൽ വരുന്നത്. പാർട്ടി ആഹ്വാന പ്രകാരമാണ് ഇത്ര ആളുകൾ എത്തുന്നത്? അതോ സ്വയം പാർട്ടി ആഹ്വാന പ്രകാരം കൊണ്ട് സ്വയം നമ്മളോട് അന്വേഷിച്ച് വണ്ടിയുണ്ടോ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുണ്ട്. സ്വയം ആൾക്കാർ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ കാഴ്ച കാണാൻ കഴിയും. നിങ്ങളൊരു പാട്ടൊക്കെ പാടി വലിയ ഒരു ആഘോഷത്തോടു കൂടിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ദൈനംദിന ശാഖയിൽ പാടുന്ന ഗണഗീതം എന്ന് പറയും. ദേശത്തെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണത്. അത് ഞങ്ങൾ ദേശഭക്തി പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും ശാഖയിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഗാനം ആലപിക്കാറുണ്ട്. വ്യത്യസ്തമായ ഗാനങ്ങൾ. അത് ദേശമാണ് ഞങ്ങളുടെ ദൈവം, മാതാവ്. ഭാരതമാണ് ഞങ്ങളുടെ മാതാവ്. അതുകൊണ്ട് ഞങ്ങൾ ഭാരതത്തെ അഭിമാനപരം ഓർത്തുകൊണ്ട് ഈ ഗാനം നിത്യവും ആലപിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം 2 ആഴ്ച മുൻപ് തൃശ്ശൂരിലെത്തിയപ്പോൾ തൃശ്ശൂർ പിടിക്കുമെന്ന രീതിയിൽ വലിയ പ്രചരണമുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP. തൃശ്ശൂർ മാത്രമാണോ BJP ലക്ഷ്യമിടുന്നത്? അതായത് എറണാകുളം ജില്ല BJP അത്ര പ്രതീക്ഷ അർപ്പിക്കാത്തൊരു മണ്ഡലമാണ്. എങ്ങനെയായിരിക്കും എറണാകുളത്തെ ഒരു BJP പ്രവർത്തകരുടെ പ്രതീക്ഷ? എങ്ങനെ? BJP പ്രതീക്ഷ അർപ്പിക്കാത്ത മണ്ഡലം എന്നൊന്നുമില്ല. തൃശ്ശൂർ എന്തായാലും ഉറപ്പായിട്ടും പിടിക്കും. എറണാകുളത്ത് ഞങ്ങൾ വളരെയധികം ഗ്രോത്തിലേക്ക് പിടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ എറണാകുളത്തെ പ്രധാനമന്ത്രിയുടെ വരവ് വലിയ ഊർജ്ജം പകരും. തീർച്ചയായും ഞങ്ങളെ പ്രവർത്തകർക്കും ഒപ്പം ഈ പറഞ്ഞ അനുഭാവികൾക്കും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഫാക്റ്റാണ്, ഒരു വികാരമാണ്. അദ്ദേഹം നമ്മുടെ ഭാരതത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു അതനുസരിച്ചാണ് ഇപ്പൊ ജനങ്ങൾ മുഴുവൻ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ 70+ എത്തും എന്ന് തന്നെയാണ് പറയാനുള്ളത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാനും ചോറ്റാനിക്കര മണ്ഡലത്തിൽ. എങ്ങനെയാണ് ഈ ഒരു പ്രത്യേകിച്ചും ഇന്നും നാളെ 2 ദിവസം പ്രധാനമന്ത്രി കേരളത്തിലുണ്ട്. വലിയ വികസന പദ്ധതികളൊക്കെ കേരളത്തിലേക്ക് വരുന്നു. ഇത് ഒരു ഓട്ടായി മാറുമെന്നൊരു പ്രതീക്ഷയുണ്ടോ BJP പ്രവർത്തനം? തീർച്ചയായിട്ടും. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു വലിയ വികാരമാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഏത് ആഹ്വാനവും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ലോക്സഭാ മണ്ഡലത്തിൽ കേരളത്തിൽ ഞങ്ങൾ എത്ര സീറ്റ് പിടിക്കാൻ പറ്റുമോ അത്രയും സീറ്റ്, ഒരു 5 സീറ്റെങ്കിലും ഞങ്ങൾ പിടിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് യാതൊരു സംശയവും ഉണ്ടാവില്ല. പ്രധാനമന്ത്രി അതിനുള്ള ഊർജ്ജമാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അതേപോലെ തന്നെ ഞങ്ങൾ പ്രവർത്തകരും അണികളും അനുഭാവികളും എല്ലാവരും ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആഹ്വാനപ്രകാരം അദ്ദേഹം എവിടെ വരുന്നോ ഞങ്ങൾ അവിടെ ഉണ്ടാകും. അതാണ് ഞങ്ങളുടെ മനസ്സിന്റെ ആ വികാരം. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് നിങ്ങളുടെ മോദിയുടെ ഗ്യാരണ്ടിയാ. മോദി ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പിടിച്ചിരിക്കും. 5 സീറ്റെങ്കിലും. BJPയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടിയാ. പിന്നെ BJPയുടെ ഗ്യാരണ്ടി എന്തിന്? ഇന്ത്യ ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവാണ് പ്രധാനമന്ത്രി. എന്തെല്ലാം ലോകം അംഗീകരിക്കുന്ന, ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് മോദിയുടെ നടത്തവും മോദിയുടെ പ്രവൃത്തിയുമാണ്, വാക്കുകളുമാണ്. അതിനെ ഫോളോ ചെയ്യാൻ എത്രയോ ആൾക്കാർ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളിൽ ഒരു വിഭാഗം മറ്റു പാർട്ടികളെ ആൾക്കാരാ. BJP പ്രവർത്തകർ മാത്രമല്ല, ഞങ്ങളോട് വന്ന് ചോദിക്കുക വണ്ടി പോകണ്ട. എന്നിട്ട് വണ്ടി കൊടിയില്ലാത്ത വണ്ടിയാണ് കയറുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും പ്രവർത്തകർ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് വിജയം മോദിയുടെ. അതാണ് മോദി വീണ്ടും കേരളത്തിലേക്ക് വരുന്നത്. ആവേശകരമായി നിങ്ങൾ പാട്ടൊക്കെ ഗണഗീതമൊക്കെ ആലപിച്ചുകൊണ്ട് കൂടുതൽ ആവേശത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഇതാണ് അപർണ ഇവിടുത്തെ കാഴ്ചകൾ. ഇങ്ങനെ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിരേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട